കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിംഗ് കൊടും ക്രൂരതയിൽ കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞു. അന്വേഷണ സംഘം ഏറ്റുമാനൂർ കോടതിയിൽ ഇന്ന് കുറ്റപത്രം നൽകും. പ്രതികൾ അറസ്റ്റിലായി 45-ാം ദിവസമാണ് കുറ്റപത്രം നൽകുന്നത്. സനോജാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സനോജ്, ഈ കേസിൽ നാടിനെ നടുക്കിയ ദൃശ്യങ്ങളടക്കമാണ് ആ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഈ കാര്യങ്ങളിൽ കാണാവുന്നൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക, തെളിവുകൾ അതിവേഗം സമാഹരിക്കുക. പോലീസ് ഈ പ്രതികളെ എല്ലാം പിടികൂടിയതിന് ശേഷമാണ് മാധ്യമങ്ങളൊക്കെ വിവരങ്ങൾ അറിഞ്ഞത്. അങ്ങനെ ഒരു തരത്തിലും വിവരം പുറത്തു ചോരാതെ പ്രതികളെ മുഴുവൻ പിടിച്ച് തെളിവുകളൊക്കെ ശേഖരിച്ച് പഴുതടച്ചു പോയ അന്വേഷണം. അതുകൊണ്ട് തന്നെ അതിവേഗം കുറ്റപത്രവും തയ്യാറാക്കാൻ കഴിഞ്ഞു പോലീസിനല്ലേ? തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണ മികവിനെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം വിദ്യാർത്ഥികൾ അതിക്രൂരമായ റാഗിങ്ങിന് വിധേയമായി പരാതി കിട്ടിയ ഉടൻ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോലീസ് മുന്നോട്ട് പോയി. പ്രിൻസിപ്പൽ പരാതി പോലീസിന് ഫോർവേഡ് ചെയ്ത സമയത്ത് തന്നെ പ്രിൻസിപ്പലിന്റെ പരാതി ലഭിച്ച ഉടൻ തന്നെ ഗാന്ധിനഗർ CI ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇരകളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ മൊഴികൾ എടുക്കുകയും ആ വിദ്യാർത്ഥികളുടെ മൊഴികൾ എടുക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രതികളായിട്ടുള്ള 5 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുക്കുകയും വിശദമായ രീതിയിൽ ചോദ്യം ചെയ്യുകയും അപ്പോൾ തന്നെ അവരുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുകയും മൊബൈൽ ഫോണിൽ നിന്നും ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ ഈ കേസിൽ നിർണായകമായിരുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ അതിക്രൂരമായി റാഗിങ്ങിന് വിധേയമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളായിരുന്നു ഇത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഈ കേസിൽ നിർണായകമാണ്. കേസിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഈ ദൃശ്യങ്ങൾ കൂടി പരിഗണിക്കണമെന്നുള്ള ഒരു അപേക്ഷ പോലീസ് വെക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദൃശ്യങ്ങൾക്കകത്ത് വ്യക്തതയുണ്ട്. അത് തെളിവായി കണക്കാക്കണമെന്നുള്ളതാണ് പോലീസ് കുറ്റപത്രത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ കേസിന്റെ പ്രധാന തെളിവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അത്രത്തോളം ക്രൂരമായ പീഡനമാണ് വിദ്യാർത്ഥികൾ നടത്തിയത്. 6 സീനിയർ വിദ്യാർത്ഥികൾ ചേർന്നാണ് 5 ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തത്. ഒപ്പം തന്നെ ആ ദൃശ്യങ്ങൾ മൊബൈലിൽ പ്രതികൾ പകർത്തുകയും വേദന കൊണ്ട് വിദ്യാർത്ഥി പൊളയുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന സമീപനമാണ് ഈ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികൾ സ്വീകരിച്ചത് എന്നതാണ് ഈ കുറ്റപത്രത്തിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ശരത്ത്, പ്രതികളെ കുറിച്ച് അവരുടെ ഒരു ക്രിമിനൽ മനോഭാവം, അവർ ലഹരിക്ക് അടിമപ്പെട്ടാണ്, അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തെക്കുറിച്ചൊക്കെ വ്യക്തതയോടെ ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ടല്ലേ, അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ഈ വിദ്യാർത്ഥികൾ, സീനിയർ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ, ആതുര സേവന രംഗത്തേക്ക് കാൽവെക്കേണ്ട ആളുകൾ നിരന്തരമായി ലഹരി ഉപയോഗിക്കുകയും ആ ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായി ജൂനിയർ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും അത്തരത്തിൽ ആക്രമിക്കുമ്പോൾ ജൂനിയർ വിദ്യാർത്ഥികൾ വേദന കൊണ്ട് പൊളയുമ്പോൾ അതിനകത്ത് ആനന്ദം കണ്ടെത്തുന്നു. മാത്രമല്ല, അവരെ പല സമയങ്ങളിലായി ഭീഷണിപ്പെടുത്തി അവരിൽ നിന്നും പണം ഈടാക്കിക്കൊണ്ട് ഈ ലഹരി ഉപയോഗത്തിന് വേണ്ടിയുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത സമീപനം ഉണ്ടായിട്ടുണ്ട് എന്നും ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പോലീസ് നടത്തിയ അന്വേഷണം കൃത്യമായ അന്വേഷണം. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ 40-ാം ദിവസം കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞത്. കേരളത്തിൽ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമാണ്. പക്ഷേ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കൊന്നും ഇട നൽകാതെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തി പ്രതികളായിട്ടുള്ള കുറ്റക്കാർക്ക് ശക്തമായ ശിക്ഷ വാങ്ങുന്നതിന് വേണ്ടിയുള്ള വ്യക്തമായ തെളിവുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ കുറ്റപത്രം ഏറ്റുമാനൂർ കോടതിയിൽ ഇന്ന് സമർപ്പിക്കുന്നത്. ശരത്ത്, ശരി, ഇപ്പോൾ സനോജ് സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഇത്തരം വലിയ ആഘാതം സൃഷ്ടിക്കുന്ന, വലിയ ഞെട്ടലുണ്ടാക്കുന്ന കുറ്റകൃത്യങ്ങൾ അരങ്ങേറുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ പിന്നീട് അതിനെ എത്ര സൂക്ഷ്മതയോടെ പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നു, കേസന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതിവേഗം കുറ്റപത്രം സമർപ്പിക്കുന്നു എന്നതൊക്കെ നമ്മുടെ നാടിൻ്റെ, കേരള പോലീസിൻ്റെയൊക്കെ ഒരു കുറ്റാന്വേഷണ മികവിലെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്.